അപ്പോൾ ഇനി അടുത്ത കാര്യം ബഫ് ചെയ്തത്. പ്ലേറ്റിംഗ് ആക്ച്വലി കുറവാണ് അല്ലേ? പ്ലേറ്റിംഗ് ആക്ച്വലി കുറവാണ്. കാര്യം ഈ വണ്ടി ഓൾറെഡി മുമ്പേ ഇരുന്ന കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു. ഞാൻ കസ്റ്റമറുടെ അടുത്ത് 2-3 തവണ പറഞ്ഞു നമുക്ക് എഞ്ചിൻ ഒന്ന് ബഫ് ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് ഒറ്റ കണ്ടീഷനെ പറഞ്ഞോളൂ, ഈ വണ്ടി എക്സാക്ട്ലി എങ്ങനെ ഇരുന്നു എനിക്ക് അതേപോലെ തന്നെ തിരിച്ചു ഫോട്ടോ തന്നായിരുന്നു. പിന്നെ നമുക്ക് കാണാമായിരുന്നല്ലോ, എഞ്ചിൻ ഉണ്ടായിരുന്നല്ലോ, എഞ്ചിൻ. അപ്പോൾ അതേപോലെ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, അതേപോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ബഫിംഗ് എന്തായാലും ഇതിനകത്ത് വന്നിട്ടില്ല. പക്ഷേ അതിന്റെ പൈസയും കൂടെ നല്ല സ്പെയർ കയറിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ബഫിംഗും പ്ലേറ്റിംഗും വന്നിട്ടില്ല, പക്ഷെ അതെല്ലാം കൂടെ സ്പെയറിലായിട്ടുണ്ട്. അതെ, സ്പെയറിലായിട്ടുണ്ട്. പിന്നെ ഷിജിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ നോർമലി 10,000 രൂപയാണ് മേടിക്കുന്നത്. ഇതിന് ഇത്രയും കണ്ടീഷൻ ആയിരുന്നു 15,000 രൂപ വാങ്ങിച്ച്. അല്ല കുഴപ്പമില്ല, കാരണം വെച്ചാൽ ഇത് നമുക്കത് കണ്ടറിയാം. അത് ഒരു നട്ട് പോലും ഇളവില്ലായിരുന്നു. അതെ, പാടുപെട്ടിട്ടാണ് പണിയാണ്. ഓൾറെഡി ഇത് ഇളക്കിയിട്ട സമയത്ത് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഇതിന്റെ ആ ഒരു ഇളക്കിയിട്ടിരുന്ന സമയത്തുള്ള ആ ഒരു സംഭവമാണ്, സീൻസ് ആണ്. കസ്റ്റമറിന്റെ അടുത്ത് ചോദിച്ചു, പലരും ഡൗട്ട് ഉണ്ടായിരുന്നു, എന്റെ എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് ഇരുന്ന കോലത്തിൽ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എന്തായാലും നമ്മൾ ഫുള്ള് എഞ്ചിൻ വർക്ക് ചെയ്യാനായിട്ട് അറൗണ്ട് ഒരു 30,000 രൂപ കോസ്റ്റ് വരും. ക്രാങ്ക് വെയിറ്റ്, സിലിണ്ടർ ഹെഡ് എല്ലാം പണത്, ക്യാമില്, പുഷ് റോഡ്, ടാപ്പറ്റ് വാൽവ് എല്ലാം മാറി വരുമ്പോൾ പണിക്കൂലി, ലേത്തിലെ പൈസ എല്ലാം ചേർത്ത് ഒരു 30,000 വരും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇത്രയും എമൗണ്ട് ആവുന്നുണ്ട്, പൈസ വെറുതെ കളയണ്ട, നമുക്ക് ആദ്യം എന്തായാലും വണ്ടി പണി ഇരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമുണ്ടെങ്കിൽ ചെയ്താൽ മതി, നിങ്ങളെ കാശ് കളയണ്ടെന്ന് പറഞ്ഞു. അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോളാം പറഞ്ഞു. പക്ഷെ അത് എന്റെ റിസ്ക് ആണ്, കാര്യം എനിക്ക് ഇരട്ടി പണിയാണ്, എനിക്ക് വീണ്ടും മേടിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ എന്തോ എഞ്ചിനൊക്കെ പക്കയായിരുന്നു, ഒരു കുഴപ്പമില്ല. പിന്നെ പഴയ വണ്ടിയല്ലേ, പഴയ വണ്ടിയാണ്. പക്ഷേ ഈ 5-6 കൊല്ലം ഇരുന്നിട്ടും എഞ്ചിൻ ബെയറിംഗിലൊന്നും ഒരു ഹമ്മിങ് പോലും ഇല്ല. സാധാരണ ഓടാതിരിക്കുമ്പോഴത്തേക്ക് ഒരു മുഴക്ക സൗണ്ട് വരും, അതുപോലും ഇല്ല. ഓക്കെയാണ്.